ഹായ് ഹലോ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന ഓഫീസിലേക്കാണ്. നമുക്കറിയാം എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് കമ്പനിയാണ്. ആൻഡ് ഇതിന്റെ ഫേസ് ആരാണെന്ന് നമുക്കറിയുന്നതാണ് അരുൺ അജികുമാർ. ആളൊരു ഡിസൈനർ മാത്രമല്ല, ഒരു ആക്ടർ കൂടെയാണ്. ഇപ്പം റീസെന്റ് റിലീസായ പടക്കളം എന്ന സിനിമയിലൂടെ ഒരുപാട് നല്ല അപ്രിസിയേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആളുടെ എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നൊരു കമ്പനിക്ക് പുതിയൊരു ഫ്ലോർ ഒക്കെ എടുത്ത് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സോ ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ ഇതിലെ തന്നെ ഒരു എസ്തെറ്റിക് സിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സ്വാഗതം തന്നെ പല ലാംഗ്വേജസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല, ജെപെക് ഡോട്ട് ശരിക്കും ഫൈനൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എസ്തെറ്റിക് വൈബിലാണ് ഈ ഒരു വെൽക്കം ബോർഡ് തന്നെ ഉള്ളത്. ഇവിടെ മാത്രം തീരുന്നില്ല, ഇനി അകത്ത് എത്രത്തോളം എസ്തെറ്റിക് ആണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നും കാണണം. അപ്പോൾ നമുക്ക് അരുണിനെ പോയി മീറ്റ് ചെയ്യാം. ഹലോ, ഹായ്. ഇതിൽ ആക്ച്വലി അരുണിന്റെ കുറച്ച് വർക്ക്സ് ഉണ്ട്, എല്ലാം ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ അല്ലേ, ഇല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാ പടങ്ങളും വെക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും മതിലുള്ള സ്ഥലമില്ല, പിന്നെ കുറച്ച് വെക്കാന്ന് വിചാരിച്ചു. പേഴ്സണൽ ഫേവറേറ്റ് മാത്രം അതുകൊണ്ട് വെച്ച്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഈ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞപ്പോഴായിരുന്നു ആദ്യമായിട്ട് കാണുന്നതും. അത് ഇവിടെ കണ്ടതിൽ എനിക്ക് വീണ്ടും സന്തോഷം. പിന്നെ ഇനി റീസെന്റ് റിലീസ് വരാൻ പോകുന്നത് കാന്തയുണ്ട്, ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. പിന്നെ വേറെ ഇപ്പൊ ഒന്നും ഇറക്കിയ കുറച്ച് സാധനം വെക്കാൻ പറ്റിയിട്ടില്ല. ലോഗയും പിന്നെ DSC ഒന്നും പ്രിന്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, വെക്കണം. എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന പേരിന് ഭയങ്കര മാച്ച് ആയിട്ടുള്ള ആംബിയൻസ് തന്നെയാണ് ഓഫീസ്. നോക്കി തന്നെ ചൂസ് ചെയ്തായിരുന്നോ? ഇല്ല, നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് പണിയിപ്പിച്ചെടുത്തതാണ്. നമ്മൾ നമ്മുടെ ഐഡിയാസ് ഒക്കെ കൊടുത്ത് കുറച്ച് ഡിസൈനൊക്കെ കാണിച്ച് നമുക്കൊരു 3D മോഡലൊക്കെ ഉണ്ടാക്കി, പിന്നെ ഒരു ആർക്കിടെക്ട് ഉണ്ടായി, അവൻ്റെ ഇരുന്നിരുന്ന് നമ്മൾ പണിയിച്ചതാ, ചൂസ് ചെയ്തല്ല. ബാക്കി ഓഫീസും കൂടെ ഒന്ന് കാണിച്ചു തരുമോ അപ്പോൾ? ഓ പിന്നെന്താ, വരും. ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിന്റെ ഒരു പരിപാടി. കുറച്ച് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ ഇല്ല, പനിയും വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ നമുക്കിപ്പം അരുൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വർക്കിന്റെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കണ്ട പ്രശ്നവും അതാ, ഇതിനു മുന്നേ തൊട്ടു മുന്നേക്ക് ഇറങ്ങിയ കുറച്ച് പരിപാടി ഞാൻ കാണിച്ചു. ഇത് ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നേ ഇറങ്ങിയ ലോകാന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്ററാണ്. സോ ഇതിന്റെ പ്രോപ്പർ ഫസ്റ്റ് ലുക്കാണ്. അപ്പൊ അതിൽ നമ്മൾ പ്രോപ്പർലി ഫോട്ടോഷൂട്ട് പ്രീ പ്ലാൻ ചെയ്ത് മൂഡ് ബോർഡൊക്കെ ഉണ്ടാക്കി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് പറയുന്ന പോലെ അങ്ങനെയാണ് ഈ പോസ്റ്റർ ഉണ്ടായേക്കുന്നത്. അപ്പം ഇതിപ്പോ ഞാൻ ഫുള്ള് ലെയർ ബൈ ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്താൽ കുറെ അടിച്ചു പോകും കമ്പ്യൂട്ടർ. അതിലും നല്ലത് ഞാൻ ജസ്റ്റ് ഇത് വെച്ച് തന്നെ ബേസിക്കലി നമ്മൾ എന്താണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞുതരാം. ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ മാക്സിമം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മൊത്തം ഏറെക്കുറെ 3D-യിലൊക്കെയാണ് ഇതിന്റെ അസറ്റ്സ് പണിതേക്കുന്നത്. ബിൽഡിങ്ങും ബാക്കിൽ കാണുന്ന ഈ ഫോഗിന്റെ ഇടയിലൊക്കെ ഉള്ള ബിൽഡിംഗ് ഒക്കെ 3D-യിൽ നമ്മൾ പണിത് മോഡൽ ചെയ്തിട്ടാണ് അവിടെ കൊണ്ട് ലെയർ ചെയ്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് കുറെ ടൈം എടുത്ത് ഏകദേശം നമ്മളൊരു മാസം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്ററിൽ ഇതിന്റെ ഡീറ്റെയിൽ. അപ്പം നിമിഷേട്ടനും ഡൊമിനിക്കേട്ടനൊക്കെ വന്ന് ഇവിടെ വന്നിരിക്കുവായിരുന്നു ഇടയ്ക്കൊക്കെ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ ലെയർ ഇടാം എന്നൊക്കെ പറഞ്ഞു. അവർക്ക് നല്ല സജഷൻ, പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നു ഇതിൽ. അങ്ങനെ നമ്മൾ ഒരുപാട് മാക്സിമം ക്ലോസ് ടു റിയലിസം പിടിക്കാനാണ് ഇതിൽ നോക്കിയേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്ത് ആണ് ഈ പരിപാടി ഫുള്ള് സെറ്റ് ചെയ്തത്. ഈ ഒരു പോസ്റ്ററിന് വേണ്ടി മാത്രം 1 month ഇരുന്നല്ലേ? 1 monthന്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വെച്ച് നോക്കും. ചിലപ്പോൾ ചിലത് വർക്ക് ആവില്ല. നമ്മള് ക്യാമറ ആംഗിൾ അനുസരിച്ച് 3D ഓരോ അസറ്റ്സ് പണിതെടുക്കും. അപ്പം ചിലപ്പോൾ ഭയങ്കര സമയം പോകും. നമ്മൾ പിന്നെ ആ ലുക്ക് അച്ചീവ് ചെയ്യാൻ സമയം എടുത്തെടുത്ത് അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു മാസം. ആക്ച്വലി ഫോട്ടോഷൂട്ടിന്റെ കോൺസെപ്റ്റ് ഇവിടെ നിന്ന് തന്നെയായിരുന്നോ? പിന്നെ നമ്മള് ഇതിന്റെ കഥ മനസ്സിലാക്കി, ഇപ്പൊ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പരിപാടിയോ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മളത് സ്കെച്ച് ചെയ്തിട്ട് സിനിമയുടെ കഥ കേട്ടിട്ടാണ്. പിന്നെ കഥ കേൾക്കും, ചില സമയത്ത് സ്ക്രിപ്റ്റ് വരും, ചില സമയത്ത് പടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം കാണാം. അങ്ങനെ ഓരോരോ എപ്പോ ഇന്നാവുന്നതനുസരിച്ച്. ഇത് കുറെ മുന്നോട്ട് നമുക്ക് ഇത് അറിയാം, ഈ പടം ഭയങ്കര ഇതിന്റെ പരിപാടികളൊക്കെ അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ആലോചിക്കും, ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇതൊരു പരിപാടി പിടിക്കാം. പിന്നെ കൂടുതൽ ആർട്ട് ഡയറക്ഷനെ കുറിച്ചും കോസ്റ്റ്യൂമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്യാം,
നസ്ലിനെ എങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ കല്യാണിനെ എങ്ങനെ കാണിക്കാം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ എല്ലാവരും കൂടെ ഇടും. അങ്ങനെയാണ് നമ്മൾ കുറച്ച് റഫ് സ്കെച്ച് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ നിന്ന് പോസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. ഇങ്ങനെ നിൽക്കാം പിന്നെ നമ്മൾ തന്നെ അടിക്കും. എന്നിട്ട് നമ്മൾ പ്രോപ്പർ ഫോട്ടോഷൂട്ട്, ഇപ്പൊ രോഹിത്താണ് ഷൂട്ട് ചെയ്ത്, പ്രോപ്പർ ഫോട്ടോഷൂട്ടിന് മുന്നേ നമ്മളൊരു ടെസ്റ്റ് ഷൂട്ട് അടിക്കും. അതായത് എപ്പോഴും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സ്പെസിഫിക്കലി ടെസ്റ്റ് ഷൂട്ട് അടിക്കാൻ പറയും, ലൈറ്റിംഗ് ഒക്കെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും മൊത്തത്തിൽ ഒരു പരിപാടിയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ അടുത്ത ദിവസം എളുപ്പമായിരിക്കും, പെട്ടെന്ന് നമുക്ക് ഫുൾ ക്യാമ്പയിൻ തീർക്കാം. നമ്മൾ ഇതിന്റെ കൂടെ ഒരു 5-6 വേറെയും കോൺസെപ്റ്റ്സ്, കീ ആർട്ട് കോൺസെപ്റ്റ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എവിടെ വെച്ചായിരുന്നു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയ? സ്റ്റുഡിയോ 3 Dots എന്ന് പറഞ്ഞ സ്റ്റുഡിയോ, ലെയർ ബൈ ലെയർ കാണുന്നതാണ്. ആ ചന്ദ്രന്റെ മുന്നിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു. സോ ഒരുപാട് പറഞ്ഞ് അതിന്റെ ഒരു ഫീല് കളയുന്നില്ല, പക്ഷെ യു വുഡ് ഗെറ്റ് എൻ ഐഡിയ. ഇപ്പൊ പടം കാണുമ്പോൾ എന്താണ് ഈ സീക്വൻസ് അല്ലെങ്കിൽ ഇതിന്റെ റെലവൻസ് എന്താണ്, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ട് ഈ കളേഴ്സ് എന്നൊക്കെ ചിലപ്പോൾ അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഐഡിയ കിട്ടുമായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്. സോ ഇത് നമ്മൾ റീസെന്റ് ചെയ്ത മന്ദാടി എന്ന് പറഞ്ഞ സിനിമയാണ്. സൂരി സാറാണ് ഹീറോ. നമ്മുടെ വിടുതലയുടെ പ്രൊഡക്ഷൻസിന്റെ നെക്സ്റ്റ് ഫിലിം. ഇതിന്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ, ഒരു 1-2 കണ്ടന്റ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ദിസ് ഫിലിം നമ്മൾ പ്രോപ്പർലി ഫോട്ടോഷൂട്ട് ചെയ്ത്, അതും ഇതിലൊരു സീ അഡ്വഞ്ചർ അങ്ങനത്തെ ഒരു ജോണറാണ്. മൊത്തം കടല്, ബോട്ട് റേസ്, പഴയ ട്രഡീഷണൽ ബോട്ട് റേസ്, സെയിൽ ബോട്ട് റേസ് ഒക്കെയാണ്. നമ്മളിത് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഒരു കടലങ്ങ് സെറ്റ് ഇട്ട പോലത്തെ ഒരു പരിപാടിയായിരുന്നു സ്റ്റുഡിയോയുടെ അത്. ലൈക്ക് പ്രോപ്പർ ഒരു വലിയ ടാങ്ക് വെച്ചിട്ട് അതിൽ വെള്ളം ഹോൾഡ് ചെയ്ത്, എന്നുവെച്ചാൽ വെള്ളത്തിന്റെ കറക്റ്റ് ഫിസിക്സും മറ്റേ ലൈറ്റ് റിഫ്ലക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോപ്പർ മറ്റേ വൈകുന്നേരത്തെ മറ്റേ സണ്ണിന്റെ ലൈറ്റ് ഒക്കെ മിമിക് ചെയ്ത്. കപിലൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ, പുള്ളി കൂലിയൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്ത പുള്ളിയാണ്. അപ്പം ഭയങ്കര ടോപ്പ് ആൾക്കാരാണ് അവര്. സോ പ്രോപ്പർ ഇതിന്റെ മറ്റേ ഒരു പത പോലെയൊക്കെ വരുമല്ലോ ബീച്ചിലെ വേവ്സിന്, അതൊക്കെ മിമിക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു സെറ്റില്. പുള്ളി അത് പതയൊക്കെ ഇടും. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള ഭയങ്കര ഒരു എക്യുപ്ഡ് ആയിട്ടൊരു സെറ്റിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. പ്രോപ്പർ മീഡിയം ഫോർമാറ്റ് ക്യാമറയിൽ ഹെവി സെറ്റപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉള്ളൊരു ഷൂട്ടും ആയിരുന്നു അത്. സോ ഇതിൽ ജസ്റ്റ് PSD ലൈക്ക് വർക്ക് കാണിക്കുവാണെങ്കിൽ നമ്മളത് പക്ഷെ വാട്ടർ ടാങ്കിലല്ല ഷൂട്ട് ചെയ്തത്. ഇപ്പോഴത്തെ സാധനം ഞാൻ വാട്ടർ ടാങ്കിന്റെ സാധനം കാണിച്ചു തരാം. ഇപ്പോഴത്തെ സാധനം നമ്മൾ നോർമൽ ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കടൽ സെപ്പറേറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച് ലൈക്ക് വി ആഡഡ് സെപ്പറേറ്റ് ബോട്ട്സ്. നമ്മൾ ഇതിലെ പല ബോട്ട്സും 3Dയിലാണ് പണിതേക്കുന്നത്. നമ്മളത് ബ്ലെൻഡറിൽ പണിത് സെറ്റ് ചെയ്ത് ലൈറ്റിങ്, ഈ കടലിന്റെ ലൈറ്റിങ് നമ്മൾ പ്രോപ്പർലി മാച്ച് ചെയ്ത് അതിനവിടെ ലെയർ ചെയ്ത് പിന്നെ അതിൽ ആൾക്കാരെയൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊക്കെയാണ് അതിലേക്ക് പണിത്. അടുത്തടുത്ത് വെച്ചേടാ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് പ്രോപ്പർലി ആ വെള്ളത്തിന്റെ കട്ടിങ്ങും തെറിക്കലും ബോട്ടിന്റെ അകത്തൊക്കെ വെള്ളം കയറലും അങ്ങനത്തെ കുറച്ച് ലൈക്ക് ഡയറക്ടർ ഭയങ്കര ഡീറ്റെയിലിങ്ങിന്റെ ആളാണ്. മറ്റേ ദൂരത്ത് പറക്കുന്ന കാക്ക, നമ്മൾ കാക്കേനൊക്കെ വെച്ചു അപ്പോൾ കാക്ക പറക്കില്ല, സീകളിൽ പറക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ നോക്കുന്ന. ഇതിലിപ്പോ സീകളിൽ ഇപ്പൊ വരും അത്. അത്രയും ദൂരത്തുള്ള ഈ എണ്ണം ബോട്ട്, അതിന്റെ ഡിറക്ഷൻ, അതിന്റെ കാറ്റടിക്കുമ്പം അതിന്റെ സെയിൽ ക്ലോത്ത് വളയുന്ന ഡിറക്ഷൻ അടക്കം നമ്മൾ മാക്സിമം ഫിസിക്കലി ആക്യുറേറ്റ് ആക്കാനാണ് നോക്കിയിരിക്കുന്നത്. എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ലെവൽ വരെ. ഇതും കുറച്ച് മാസം പോലെ എത്തിയായിരുന്നു. കുറച്ച് നാൾ പണി പെർഫെക്റ്റ് ആക്കി ചെയ്തൊരു പരിപാടിയാണ്. പിന്നീട് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ മൊത്തത്തിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഗ്രേഡ് ഒക്കെ പിടിച്ച് അങ്ങനെ. എന്റെ ആക്ച്വലി ഈ ഡീറ്റെയിലിംഗ് ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഈ വെള്ളം തെറിക്കുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ അതാ ഒരു ഫ്രണ്ടില് കടല് കട്ട് ചെയ്ത് വേവ്സ് കട്ട് ചെയ്ത് വരുമ്പോ തെറിക്കുന്ന ഡീറ്റെയിലൊക്കെ ആണ് പിടിച്ചേക്കുന്നത്. നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞ നമ്മുടെ ടീംമേറ്റ് ആണ് ചെയ്തത്. അവൻ പനി പിടിച്ച് കിടക്കും. അതാണ് ഇതിന്റെ ഒരു. സോ ഇതിന്റെ ലൈറ്റിംഗ് ആണ് ഇതിനെ മാക്സിമം റിയലിസ്റ്റിക് ആക്കിയേക്കുന്നത്. സോ ആ ഫോട്ടോഗ്രാഫറിന്റെ സ്കിൽ സെറ്റും എല്ലാം കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു പോസ്റ്റർ ഉണ്ടാവുന്നത്. ഇതിന്റെ ഈ കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അരുണും നിങ്ങളുടെ ഈ ഒരു ടീമും ഫോട്ടോഗ്രാഫറും ഡയറക്ടറും എല്ലാവരുടെയും കൂടെ ഒരു കോൺസെപ്റ്റ് മിക്സ് ആയിട്ടാണോ ഇതിലേക്ക് ശരിക്കും എത്തുന്നത്? ഉറപ്പായിട്ടും മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ ഒരു ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. ഇത് എങ്ങനെ വേണം, എന്താണ് ഇതിന്റെ ആക്ച്വൽ സെറ്റിംഗ്, ഇതിന്റെ ടോൺസ് എങ്ങനെയാണ്. സാറിന്റെ മനസ്സിലൊരു സീനിന്റെ ഒരു ടോണും കാര്യങ്ങളും കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ പിടിക്കുക.
ഇന്ന അസറ്റ്സ് ഉപയോഗിക്കാം, നമുക്ക് ഇന്ന കളേഴ്സ് ബോട്ടിന് ലൈക്ക് ഇതിൽ എഴുത്ത് വരെ ഹി വാസ് വെരി സ്പെസിഫിക്. പടം അറിയാം, അപ്പം അത്രയും എളുപ്പമായിരുന്നു. സോ ഫോട്ടോഗ്രാഫറിന് ഫോട്ടോഗ്രാഫിക്കലി എങ്ങനെ പിടിക്കണം, ലൈറ്റിംഗ് വൈസ് എങ്ങനെ പുതുമ കൊണ്ടുവരാം, എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം എന്നൊക്കെയുള്ള സജഷൻ. ഇപ്പോൾ ക്യാമറ വൈസും നമുക്ക് എന്തൊക്കെ പുതിയ പരിപാടികൾ എക്സ്പെരിമെന്റ് ചെയ്യാം എന്നൊക്കെയുള്ള സജഷൻ എടുത്തുനിന്ന് വരും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ കമ്പൈൽ ചെയ്തുകൊണ്ട് എങ്ങനെ ഇതിനെ യുണീക്ക് ആക്കാം, അല്ലെങ്കിൽ കോമ്പോസിഷൻ എങ്ങനെ ഭയങ്കര അപ്പീലിംഗ് ആക്കാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതിലെ ഹീറോനെ നമുക്ക് എങ്ങനെ രസമായിട്ട് യൂഷ്വലി കാണിക്കാത്ത രീതിയിൽ എങ്ങനെ കാണിക്കാം, ഇതിന്റെ റോനെസ് എങ്ങനെ പിടിക്കാം. അപ്പൊ ഇതൊരു വലിയൊരു മ്യൂച്വൽ ഡിസ്കഷനാണ്. എല്ലാവരും കൂടെ സംസാരിച്ച് 10 മീറ്റിംഗ് ഒക്കെ ഇട്ട് പിടിക്കുന്ന സാധനമാണ്. അരുൺ, ഈ ഒരു പോസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ അത്ര സമയം എടുക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും കുറേ നേരം കുറച്ചധികം ടൈം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ലേ? അപ്പം ടോട്ടൽ ഇപ്പം ഒരു മാസം ഇപ്പം കുറച്ചധികം ഒരു 5 അല്ലെങ്കിൽ 10 സിനിമകളൊക്കെ വരാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും പോകുന്നത്? അയ്യോ, അങ്ങനെ എല്ലാ പോസ്റ്ററും ചിലപ്പോൾ അങ്ങനെ അത്രയും സമയം എടുക്കില്ല. ചില പോസ്റ്റേഴ്സ് നമ്മൾ 1 മാസം 2 മാസം എന്നൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര കോംപ്ലക്സ് സാധനങ്ങളൊക്കെ ആയിരിക്കും. ചിലത് ഈസി പോസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ 2 ദിവസം 3 ദിവസത്തിലൊക്കെ തീർക്കാനും സാധിക്കുക പറ്റില്ല എന്നല്ല കേട്ടോ. അത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് അത്രയും എഫിഷ്യൻസി എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സാധനങ്ങൾ ആ പ്രോസസ്സിൻ്റെ ടൈം, ഇപ്പോൾ നമ്മളൊരു സാധനം വരയ്ക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് സമയം എടുക്കും, 3D ചെയ്യുവാണെങ്കിൽ സമയം എടുക്കും. സോ അങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സ് വരുമ്പോൾ ഞാൻ പൊതുവേ നൈസായിട്ട് മറ്റ് പ്രോജക്ട്സുകൾ ഷഫിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂള് ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പം 10 സിനിമ അങ്ങനെ ഒന്നിച്ച് വരാറില്ല. അങ്ങനെ വന്നാലും നമ്മൾ പ്രോപ്പർലി ഷെഡ്യൂൾ ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് പോകും. അതിനനുസരിച്ച് ചില സാധനങ്ങൾ കോംപ്ലക്സ് ആണെങ്കിൽ അതിനനുസരിച്ച് സ്പേസ് വെച്ചിട്ടേ ഞാൻ അടുത്തൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ സ്പേസും സമയം കിട്ടും നമുക്ക്. ഇപ്പം അരുൺ ഓൾറെഡി ഒരു ടീമുണ്ട്. ഇപ്പം മുൻപെന്ന് വെച്ചാൽ വീടിന്റെ പോർഷനിൽ തന്നെ ഒരു ഓഫീസ് സ്പേസ് ഒക്കെ ആക്കി അവിടെ കുറച്ച് പേരായിട്ടിരുന്ന് വർക്ക് ചെയ്ത് ഇപ്പം ഒരു ഓൺ സ്പേസ് എടുത്തിട്ട് തന്നെ മാറി, ഒരു ഗ്രാഫ് തന്നെ മാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആക്ടിങ്ങും കൊണ്ടുപോകുമ്പോൾ രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ നല്ലൊരു ടീമായതുകൊണ്ട് തന്നെ അവർ സുഖമായിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർ ഒരു ഷെഡ്യൂളിങ്ങും എല്ലാം ഉള്ളതുകൊണ്ടിട്ടും പിന്നെ ദീപക് ഇതിൻ്റെ കോ ഫൗണ്ടർ, അപ്പോൾ അവനും ആക്റ്റീവാണ്. സോ എല്ലാവരും സെൽഫ് സഫിഷ്യൻറ്റ്, വളരെ ബ്രില്യൻറ്റ് കുട്ടികളാണ്. അപ്പം ഈസിലി അവർക്ക് സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ ഇപ്പം സെറ്റിലാണെങ്കിലും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം മൊത്തം ഇവരായിട്ട് വീഡിയോ കോളിലിരിക്കും, അല്ലെങ്കിൽ കോളിലിരുന്ന് എല്ലാ ദിവസവും ഇതും മാനേജ് ചെയ്യാം. പിന്നെ എനിക്ക് കോൾസും ടെക്സ്റ്റൊക്കെ വരും. ഇപ്പോൾ പാരലലി അപ്രൂവൽ ഡ്രാഫ്റ്റുകളും സാധനങ്ങളും വരും. അപ്പം ഞാൻ അപ്രൂവ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ പോയി ഷൂട്ടാണെങ്കിൽ എടുക്കും. അങ്ങനെ എനിക്ക് പിന്നെ ഡെയിലി ഷൂട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് ഞാൻ പടക്കളം ചെയ്യുന്ന സമയത്ത് രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ നേരെ വർക്ക് കയറും, ലാപ്പ് ഉണ്ടാവും, അതിൽ നോക്കും, പരിപാടികൾ ഓൺലൈനിൽ മോണിറ്റർ ചെയ്യും. അപ്പോൾ ഈ ഫുൾ ഡേ ഷൂട്ടൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഫുൾ ഡേ എന്ന് പറഞ്ഞാലും ഉറങ്ങുന്ന ഒരു സമയം കിട്ടുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനൊരു ടൈം കിട്ടും, അല്ലെങ്കിൽ ബ്രേക്സ് കിട്ടുമല്ലോ. അപ്പം ഞാൻ ആ ബ്രേക്കിന് ഇപ്പം പടക്കളത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് നൈറ്റൊക്കെ ആണെങ്കിലും എല്ലാവരും റൂമിൽ വരുമ്പം എല്ലാവരും കൂടെ റൂമിൽ കൂടി നിന്ന് കഥ പറച്ചിലും ചിരിയും കളിയൊക്കെ ഇരിക്കും. അപ്പം ഞാൻ നൈസായിട്ട് എൻ്റെ റൂമിൽ പോകും. അവർ തുടങ്ങി അല്ല, അപ്പം അങ്ങനെ പോയി ഒക്കെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ഈ പടക്കളം ഇപ്പം തിയേറ്ററിക്കൽ റിലീസ് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ രീതിയിലായിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. മലയാളത്തിലൊരു ഫാൻറ്റസി, ഒരു കോമഡി ഫാൻറ്റസി ജോണറിലൊരു സിനിമ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇപ്പോൾ OTT വന്നപ്പോഴും അതേ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിൻസിയർലി പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പടക്കളം എന്ന സിനിമയെ പറ്റി ആരും ഒരു നെഗറ്റീവ് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ ഒന്നും കണ്ടിട്ടില്ല. അപ്പം സോ ആ ഒരു സിനിമയാണ് നമ്മൾ റിലീസിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു, റിലീസിന് ശേഷം ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫുൾ സ്ട്രെച്ചിൽ ഒരു ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. എന്നാലും പടക്കളം കുറച്ചുകൂടെ ഒരു സ്പെഷ്യൽ ക്ലോസ് ടു ഹാർട്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഞാൻ ത്രൂ ഔട്ട് ആദ്യമായിട്ടാണ് ഞാൻ പ്രധാനപ്പെട്ട സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പൂക്കാലം, ലിറ്റിൽ ആർട്സിലൊക്കെ ഞാൻ ഉണ്ട്, ലൈക്ക് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇത്രയധികം ദിവസങ്ങൾ അഭിനയിക്കുകയും ഇത്രയധികം സീനുകളിൽ അപ്പിയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് പറക്കളത്തിൽ തന്നെയാണ്, സ്പെഷ്യലാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇത്രയും വലിയൊരു എല്ലാവരും ഏറ്റെടുത്തൊക്കെ കണ്ടപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള അരുൺ തന്നെ എന്തായിരുന്നു തോന്നിയത്? സന്തോഷം, ഭയങ്കര. ഇപ്പം ആൾക്കാർ ഭയങ്കര പോസിറ്റീവ്ലി സംസാരിക്കുന്നു. എല്ലാവരും ഇപ്പം കൂടുതൽ തിരിച്ചറിയുന്നുണ്ട്. കുറേ പേര് ഇപ്പം ആദ്യത്തെ പടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ പടമാണെങ്കിലും കൊള്ളാം ഇതൊക്കെ. അപ്പോൾ അതും ഇപ്പോൾ ഒരു നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയാലും സന്തോഷം.
ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം, നല്ലൊരു ടീം, അടിപൊളി കുറെ പിള്ളേര്, അവരോടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഭാഗ്യമല്ലേ. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം ഇത് തന്നെയായിരുന്നു, ഇപ്പം സിനിമയിലെത്തിയ ഒരു ആക്ടിങ് കരിയറിലൂടെ ഇങ്ങനെ കയറണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്? ഉറപ്പായിട്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ നാടകം പഠിച്ച് ഒരു 6-7 പഠിക്കുമ്പോൾ തൊട്ട് ഷോർട്ട് ഫിലിമും പിന്നെ പയ്യെ സിനിമ ഓഡീഷനുകൾ ഒരു 10-11-12 തൊട്ടേ ഞാൻ ഓഡീഷന് പോകാൻ തുടങ്ങുമായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോകും. പോയി ഞാൻ നട്ടം തിരിഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഇത് പാടാണ് എന്നൊക്കെ മനസ്സിലാവുമെങ്കിലും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ജെന്യുവനായിട്ട് ചെറുപ്പത്തിലേ വന്നൊരു ആഗ്രഹം. വീട്ടുകാരും ഭയങ്കര സപ്പോർട്ട്. പിന്നെ ഒരു 11th 12th കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്ന കൂട്ടുകാരും, അന്ന് അത് അഭിനയിച്ച് തൽക്കാലം മാറ്റാം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിക്കുക. അപ്പം സിനിമയായിരുന്നു എപ്പോഴും ഒരു എൻഡ് ഗോള്, ഇഷ്ടമുള്ളൊരു സ്ഥലം. സിനിമയിലേക്കുള്ളൊരു വഴിയായിട്ടായിരുന്നു ഈ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ഞാൻ ലോക്ക്ഡൗൺ ടൈമിൽ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതിന് മുന്നേ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, റോഷൻ സാറിന്. അതിന് മുന്നേ ഞാൻ ജൂഡ് ആന്റണി ജോസഫ് സാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ഞാൻ പടങ്ങളിൽ എനിക്ക് ഭാഗ്യവശാൽ തല കാണിക്കാൻ പറ്റിയിട്ടുണ്ടായി. എന്നാലും എനിക്കൊരു പ്രോപ്പർ ഒരുപാട് സിനിമകൾ വരുകയോ അവസരം കിട്ടുകയോ പിന്നെ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല. ലോക്ക്ഡൗൺ ബികോം പഠിച്ചുകൊണ്ടിരുന്നത്, അതും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ലോക്ക്ഡൗൺ, ഒന്നും ചെയ്യാനില്ല. സിനിമ കാണലായിരുന്നു ആദ്യം കുറേ നാൾ. പിന്നെ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ, അയ്യോ വെറുതെ ഇരിക്കണമല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് അങ്ങ് തുടങ്ങാം, ചുമ്മാ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള തരം സിനിമകളുടെ ഫോട്ടോകൾ ഇടാം. അല്ലെങ്കിൽ അന്നേരം ഞാൻ ഈ പഴയ ലാലേട്ടൻ മമ്മൂക്ക ഫോട്ടോകളൊക്കെ ഇങ്ങനെ വിൻറ്റേജ് കൾട്ട് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ വെച്ച് വിട്ടാലോ ടൈറ്റിലൊക്കെ വെച്ച് വിട്ടാലോ എന്നൊക്കെ ഉള്ളായിരുന്നു. ബേസിക് ഫോണിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ ബേസിക് എഡിറ്റൊക്കെ ചെയ്തിടാം, നല്ല മ്യൂസിക് ഒക്കെ ഇടാം എന്നൊക്കെ ഉള്ളൊരു സാധനം. അങ്ങനെ ഇട്ടിട്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് അത് മനസ്സിലാക്കി. പിന്നെ നമ്മളൊരു ടീം ഉണ്ടാക്കി, പിന്നെ അങ്ങ് കൈവിട്ട് പോയി. പിന്നെ അങ്ങനെ വളർന്ന് ഇപ്പം സ്വന്തം സ്പേസിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ പറ്റി. പിന്നെ സിനിമ അഭിനയത്തിന്റെ അടുത്ത സ്റ്റെപ്പൊക്കെ എന്തായിരിക്കും? അങ്ങനെ ഇനിയുള്ള പ്രോജക്റ്റ് ആണോ ചോദിക്കുന്നത്, അതോ എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്നാണോ? രണ്ടും. പ്ലാൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല. നമുക്ക് കിട്ടുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല സാധനം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ചാൻസുകൾ ചോദിക്കുന്നു എല്ലാവരോടും. ഇപ്പം ഒരെണ്ണം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അഖിൽ സത്യൻ ചേട്ടൻ്റെ പടമാണത്. അല്ലാതെ ഞാൻ ഒരെണ്ണം അഭിനയിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ പടക്കളം OTT-യിലുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മെയിൻ. ഇപ്പോഴും വരുന്നുണ്ടോ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടോ സിനിമയെ പറ്റി? നിറച്ച് ഒരുപാട് മെസ്സേജ്, ഭയങ്കര രസമുണ്ട്, അടിപൊളി എന്നൊക്കെ വരുന്നുണ്ട്. ഈ അഭിനയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരത്തില്ല? ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നതൊക്കെ? അല്ല, ക്രിയേറ്റീവ് ബ്ലോക്ക് പൊതുവെ ഇവിടെയുള്ള ആർക്ക് വന്നാലും അവർ ചിലപ്പോൾ ഇറങ്ങി അങ്ങ് നടക്കാനൊക്കെ പോകലൊക്കെ കാണാം. എനിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് മെയിൻലി. വർക്കിൽ നിന്ന് ഡിറ്റാച്ച് ആവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ നിന്ന് കുറച്ചു നേരം ഡിറ്റാച്ച് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് ഒന്ന് ബോറടിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. നമ്മളൊരു സാധനം മറ്റേ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ നോക്കുമ്പോൾ വരത്തില്ല ഓട്ടോമാറ്റിക്കലി. നമ്മൾ ചിലപ്പോൾ മറ്റേ ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കില്ല ഐഡിയ ഒക്കെ വരുന്നത്. എനിക്ക് അങ്ങനെയാണ് മോസ്റ്റ്ലി വരുന്നത്. ഇവിടെ ഉള്ളതാണെങ്കിലും നമ്മൾ ടേബിളിലൊക്കെ വട്ടം വളഞ്ഞിരുന്ന് ഐഡിയ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നും ചിലപ്പോൾ ഒരു സാധനം വരത്തില്ല. ഇവരൊക്കെ വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളിക്കും രാത്രി, ഒരു ഐഡിയ. അപ്പം അങ്ങനെയാണ് പൊതുവെ പ്രോസസ്സ് സംഭവിക്കുക. അത് നമുക്കൊരു ഡിറ്റർമൈൻഡ് സാധനമില്ല. നമ്മൾ ഈ ഫോഴ്സ് ചെയ്ത് ഇന്ന് രാത്രിക്ക് നമുക്കൊരു ഐഡിയ പിടിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് ഡിറ്റാച്ച് ആവുക. ഇപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ നടക്കാൻ പോവുക. ഞാൻ അങ്ങനെ നടക്കാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കും, കിടന്നുറങ്ങുക, ബോറടിക്കുന്ന എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ സിനിമ കാണുക. അങ്ങനെ അതിൽ നിന്ന് മാറിയിരിക്കുക. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് കിട്ടും. മറ്റേ വേറൊരു സ്ഥലത്ത് നിന്ന് നോക്കുന്നു, ഒന്നുകൂടെ കാണുന്നു. അപ്പം ചിലപ്പോൾ ഒന്നുകൂടെ കത്തും സാധനങ്ങൾ വരും. അല്ലെങ്കിൽ അതിൽ ഇൻസ്പിറേഷൻസ് വേറെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു സാധനം ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ലോക്കായെങ്കിൽ അത് റിലേറ്റഡ് ആൾക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിക്കുക. അപ്പോൾ ഒരു സജഷനും ഐഡിയയും ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതാണ്. ഇതിനൊക്കെ ഈ ചെയ്യുന്ന വർക്ക്സിനൊക്കെ റെഫറൻസുകളൊക്കെ എടുക്കാറുണ്ടോ? നമ്മൾ മോസ്റ്റ്ലി ഇപ്പം പോസ്റ്റേഴ്സ് ചെയ്യുന്നതുകൊണ്ടിട്ടും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ടും അത് തന്നെ റെഫറൻസ് എടുക്കാറില്ല. മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് സിനിമ പോസ്റ്ററുകൾ റെഫർ ചെയ്യാറില്ല. നമ്മൾ ഫോട്ടോഗ്രാഫ്സ് റെഫർ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ റിയൽ ലൈഫ് സാധനങ്ങളും
ആർട്ട് വർക്ക് ഒക്കെ റെഫർ ചെയ്യാൻ നോക്കും. അതിൽ ഭയങ്കര മറ്റേ പഴയ ആർട്ടിലൊക്കെ രസമുള്ള കളർ കോമ്പിനേഷൻസും കോമ്പോസിഷൻസും ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും പുതിയ സാധനം കൊണ്ടുവന്നാലോ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ തന്നെ എന്തെങ്കിലും പുതിയ പരിപാടി എക്സ്പെരിമെന്റ് ചെയ്താലോ. റെഫറൻസസ് ഉറപ്പായിട്ട് നമ്മൾ കാണുന്നത് വെച്ചായിരിക്കും നമ്മൾ ഇൻസ്പയർ ആവുക. ഇപ്പോൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളൊരു ചായക്കട കണ്ട അതിൻ്റെ ബോർഡും അതിൻ്റെ ടൈപ്പോഗ്രഫി അടക്കം നമ്മളുടെ തലയിൽ വന്ന് വീഴും ചിലപ്പോൾ. അപ്പം അതൊക്കെ നമുക്ക് റെഫറൻസ് ആണ്. സിനിമ പോസ്റ്റർ എപ്പോഴും അങ്ങനെ ഇത് തന്നെ നമുക്ക് നോക്കാം, ഇത് റിലേറ്റഡ് സാധനം നോക്കാമെന്ന് വിചാരിക്കാറില്ല. മാക്സിമം ഡെലിബറേറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യും. നോക്കുന്ന കൂട്ടത്തിൽ എല്ലാം നോക്കി പോകുന്ന പോലെ നോക്കാറുണ്ട്. ഈ പലരും ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്കൊക്കെ വരുമ്പോഴും ഒരു പോസ്റ്റർ എന്നുള്ള രീതിയിൽ വെറുതെ നോക്കി അങ്ങ്, അതായത് വളരെ കുറച്ച് പേരെങ്കിലും, ചിലരുണ്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം നോക്കുന്നത്. പക്ഷെ ഒരു ഡിസൈനറെ സംബന്ധിച്ച് അതിൻ്റെ മൈന്യൂട്ട്, ഇപ്പം നേരത്തെ കാണിച്ചു തന്ന പോലെ ആ ബോട്ടിലിരുന്ന് ആ വെള്ളം സ്പ്രെഡ് ആവുന്ന അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പലരും അത് പോസ്റ്ററിൽ ചിലപ്പോൾ ശ്രദ്ധിക്കില്ലായിരിക്കും. പക്ഷെ അത്രയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ടീമാണ് ലൈക്ക് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. അതാണ്. സോ ഈ ഒരു ഫീൽഡ് എപ്പോഴെങ്കിലും ഒരു കുറച്ച് പ്രഷർ ഫീൽ ചെയ്യുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രഷർ ഉണ്ട് അറ്റ് എ പോയിന്റ് വേർ വി ഫീൽ നമ്മളിത് എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു വർക്കായിട്ട് കരുതുമ്പോൾ പ്രഷർ ആവുമല്ലോ. നമ്മളിത് ഇന്ന് രാത്രിക്ക് അടിച്ച് തീർക്കേണ്ട ഒരു മെറ്റീരിയലാന്ന് വിചാരിക്കുമ്പോൾ പ്രഷറാവും. നമുക്ക് ഇതൊരു പരിധിവരെ ഭയങ്കര ഫണ്ണാണ് ഇത് ചെയ്യാൻ, സന്തോഷമുണ്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്തു കൊടുത്തു, അപ്പോൾ അവർ പറയാം ഇനിയും ഡീറ്റെയിൽ ആഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ചിലപ്പം അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കുമായിരിക്കാം. പക്ഷേങ്കിലും ആ ഡീറ്റെയിൽ ആഡ് ചെയ്യുന്നതിൽ അവർക്കൊരു റീസണിങ് ഉണ്ടാവും. ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ റിയലിസം വരിക, എൻ്റെ കഥയിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സിനിമയുടെ സെറ്റിങ്ങിന് ഇതാണ് അനുയോജ്യം എന്ന് പറയുന്ന തരത്തിലൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് മനസ്സിലാവാൻ പറ്റിയ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് അതേപോലെ അത് മനസ്സിലാവണം എന്നുള്ളതാണ് ബേസിക്കലി. അവർക്കൊരു വിഷൻ ഉണ്ടാവും. അത് മനസ്സിലായാൽ അതൊരു പ്രഷറായിട്ട് നമുക്ക് തോന്നില്ല. നമുക്കും അത് ഫണ്ണായിരിക്കണം, മാക്സിമം റിയലിസ്റ്റിക് ആകും. ഇപ്പം മന്ദാടി ചെയ്യുന്ന സമയത്ത് അത് 1 മാസം എടുത്തത് അതിൽ പറഞ്ഞ പോലെ നമ്മൾ കിളികളെ അടക്കം മാറ്റി. ബാക്കിൽ 1 കിലോമീറ്റർ ദൂരത്തുള്ള ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യുന്ന കിളി കാക്കയാണോ അത് സീകളാണോ എന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ആലോചിച്ചു. പുള്ളി പറഞ്ഞ് വിങ് കണ്ടാ അറിയാം, വിങ്സ് സ്പ്രെഡ്. ഓക്കെ അത് മാറ്റാം. പക്ഷെ അത് ചിലപ്പോൾ ഒരു നോർമലായിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റിയൽ ഫോട്ടോ അടിപൊളി, അത് നിങ്ങൾ എവിടെ ലൈക്ക് കടലിൽ എങ്ങനെയാ ബോട്ടിൽ ഫോളോ ചെയ്ത് ഷോട്ട് എടുത്തോ അതോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു അങ്ങനെ തോന്നിയാ എന്ന് പറഞ്ഞ് റിയൽ ആക്ക, മേക്ക് ബിലീഫ് ഒരു ഫേക്ക് ആക്കി നമ്മൾ ആൾക്കാരെ വിശ്വസിപ്പിക്കലാണ് സാധനം. അപ്പം ഒരു സിനിമയിൽ ഒരു ഷോട്ട് എടുക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഒരു റൂമിൻ്റെ അകത്തായിരിക്കുമല്ലോ നമ്മൾ മറ്റേ വേറൊരു ടൈപ്പ് സീന് സെറ്റ് ചെയ്യുന്നതും. നമ്മൾ USA എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ചിലപ്പോൾ കാക്കനാട് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഫേക്ക് ചെയ്യുക, മാക്സിമം റിയലിസം മിമിക് ചെയ്യാൻ നോക്കുമ്പോൾ ഓരോ ഡീറ്റെയിലും നമ്മൾ ഇടുക എന്നുള്ളതായിരുന്നു. പ്രഷറായിട്ട് വിചാരിക്കണ്ട, ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് ചെറിയൊരു കാര്യമായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഓൺ സ്പേസിലേക്കൊക്കെ മാറിയപ്പം ആ ഒരു ഗ്രാഫ് ചേഞ്ച് ആയതിൻ്റെ ഒരു ഫീല് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷം, ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇനി അടുത്ത എന്ത് എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. നല്ലൊരു ടീമും അവരായിട്ട് ചില്ല് ചെയ്യാനൊരു നല്ലൊരു സ്ഥലം ഒക്കെ എന്ന് പറയുന്നത് സന്തോഷം. ഇപ്പം അരുണിൻ്റെ ഒരു ക്യാരക്ടർ ആക്ച്വലി ഇപ്പോൾ പടക്കളത്തിൻ്റെ പ്രീ റിലീസ് പ്രൊമോഷൻ ഉണ്ടപ്പം എല്ലാവരും അരുണിനെ പറ്റി പറഞ്ഞ സെറ്റിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, എപ്പോഴും ഇങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും അലമ്പ് കാണിക്കുന്ന ആളെന്ന രീതിയിലാണ്. പക്ഷെ ആ അരുണാണ് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് കമ്പനിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും അരുൺ തന്നെ അരുണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആളായിരിക്കും? ഞാൻ ഇച്ചിരി എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ചൈൽഡിഷ്നെസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മറ്റേ ഒരു കാലഘട്ടം എത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങ് മെച്ചുവർ ആവാം എന്ന് തീരുമാനിച്ച് മെച്യൂരിറ്റിയുടെ ഒരു രീതിയിൽ അങ്ങ് പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ വളരെ പ്ലേഫുള്ളും ജോയ്ഫുള്ളും, എനിക്ക് ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ് നടക്കാനും എല്ലാവരും ചിരിച്ചൊക്കെ ഇരിക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഓവർ വെൽമിങ് എനർജി ഇങ്ങനെ കയ്യിലുണ്ട്, അതിങ്ങനെ കളയണം. അപ്പം ആൾക്കാർ ചില സമയത്ത് വട്ടാണോ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ ചില സമയത്ത് എനിക്ക് മറ്റേ റിയാലിറ്റി ഇത് കിട്ടും, വേണ്ട സീരിയസ് ആവാം എന്നൊക്കെ. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ബാലൻസ് പിടിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സീരിയസ് ആവേണ്ട അടുത്ത് പെട്ടെന്ന് സീരിയസ് ആയി പിടിക്കുക എന്നുള്ളൊരു സാധനം. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യുന്നതുകൊണ്ട് ഞാനപ്പോൾ പ്രൊഫഷണലും ആവണം. ഞാനപ്പോൾ സംസാരിക്കേണ്ട രീതികളിലും ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭയങ്കര സീരിയസും ഒക്കെയാണ്. അപ്പോൾ സോ രണ്ടും പറ്റും. ഞാൻ മറ്റേ 2 ടൈപ്പ് സാധനം പിടിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ക്യാരക്ടേഴ്സും എൻജോയ് ചെയ്യുന്നുണ്ട്, അതായത് ചൈൽഡിഷ് വേർഷനും ഈ മെച്ചുവർഡ് വേർഷനും പേഴ്സണലി എൻജോയ് ചെയ്യുന്നുണ്ട്? കൂടുതലും ഒരു ചൈൽഡിഷ് സാധനമുണ്ട്, എങ്കിലും ഞാൻ മെച്ചുവർ ആയിട്ടൊരു കുറച്ചുകൂടെ ഒരു കംഫർട്ട് സോണിൽ എത്തുമ്പോൾ ചൈൽഡിഷ് ആകുമെന്ന് തോന്നുന്നല്ലേ? അതെ, എനിക്ക് ആ റേഞ്ചിലുള്ള ആൾക്കാരെ കിട്ടിയാൽ ഞാൻ
ഈ പടക്കളത്തില് അവര് ഫുൾ അങ്ങനെയാണ്, അവര് അലമ്പന്മാരെന്ന് പറഞ്ഞാൽ അവര് അലമ്പന്മാർ. അപ്പം അവരുടെ ഇടയിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ കുറെ പ്രൊഫഷണൽസിന്റെ ഇടയിൽ പോകുമ്പോൾ ഞാൻ പ്രൊഫഷണൽസ് ആവാ എന്നുള്ളത്. അപ്പൊ ഇനി ഡിസൈനിങ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരുന്ന പ്രോജക്ട്സ് ഏതായിരിക്കും? ലോക വരുന്നുണ്ട് ഇപ്പം. ആ ലോകയാണ് റിലീസ് ചെയ്യുന്ന ഒരു പടമായിട്ട്. കാന്ത എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്, DSC റേ ചെയ്യുന്നുണ്ട്. നമ്മൾ തമിഴിൽ ഒരു പടം ഇപ്പം അശോക് ധലൻ സാറിന് തുടങ്ങാൻ നിൽക്കുന്നുണ്ട്, മന്ദാടി ചെയ്യുന്നുണ്ട്. തെലുങ്കിലും തമിഴിലുമായിട്ട് റിലീസ് ചെയ്യുന്ന അത് ടൈറ്റിൽ ഇട്ടിട്ട് പുറത്തു വന്നിട്ടില്ല. നിത്തമൊരു വാനത്തിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത പടമാണത്. മലയാളത്തിൽ പിന്നെ MMN ഉണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങൾ പല സ്ഥലത്തു നിന്ന്. തെലുങ്കില് പവൻ കല്യാൺ സാറിൻ്റെ OG എന്ന് പറഞ്ഞ സിനിമയുണ്ട്, തമിഴില് 3 BHK ഉണ്ട്. അങ്ങനെ കുറച്ചുണ്ട് കുറച്ചുണ്ട്. പറഞ്ഞു പോകുമ്പോൾ ലിസ്റ്റ് ചിലപ്പോൾ മറന്നു പോകും. ഇപ്പം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. ഒരുപാട് സന്തോഷം. ഓഫീസിൽ വരണമെന്നുണ്ടായിരുന്നു, വരാൻ പറ്റി. ഒരു എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ഒരു എസ്തെറ്റിക് വൈബിലുള്ള ഓഫീസ് സ്പേസ് തന്നെ കാണാനും പറ്റി. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അന്ന് നമ്മൾ സംസാരിച്ചപ്പം വീടിൻ്റെ പൊക്കത്ത് തന്നെ ഇങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അന്നും അതും ബ്രഹ്മയോഗത്തിൻ്റെ ടൈമിലാണ്, പക്ഷെ അത്രയും വലിയ സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പം ഓൺ സ്പേസിൽ ഇങ്ങനെ ഇരിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. സിനിമ അഭിനയവും ഈ ഡിസൈനിങ് കരിയറും ഇനി വേറെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.